ഒരു ഗ്രാമത്തിൽ മഹിബാലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് ശിവൻ എന്ന് പേരുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ ഗ്രാമത്തിൽ നിന്നും വരുമാനത്തിനായി അവർ ഗ്രാമത്തിലേക്ക് പോയി. അവരുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. മഹിബാൽ തന്റെ ഭാര്യ രേഖ പിന്നെ തന്റെ മകനെയും കൊണ്ട് അറിയാത്ത ഒരു നഗരത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. അച്ഛാ, നമ്മൾ എവിടെയായിരിക്കാൻ പോകുന്നേ? നമുക്കിവിടെ വീട് ഒന്നുമില്ല മോനെ. പക്ഷെ നമ്മൾ ശ്രമിച്ചാ വീടുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അച്ഛാ, നമ്മൾ എന്താ ഗ്രാമത്തിൽ ശ്രമിക്കാത്തെ? അവിടെയല്ലേ നമ്മുടെ വീടുള്ളത്? ഗ്രാമത്തിലെ ദിവസക്കൂലിയൊന്നും കിട്ടില്ല മോനെ. അവിടെ കൃഷി മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ കയ്യിലാണ് കൃഷി ഭൂമിയുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫുട്പാത്തില് എവിടെയെങ്കിലും ഇരിക്കാം മോനെ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മൾ ഇവിടെ ഒരു ചെറിയ കടയിട്ട് നാൻ ചെയ്ത് വിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അവർ രണ്ടുപേർക്കും ആ ഐഡിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ അവർ മരവും കല്ലുമൊക്കെ കണ്ടുപിടിച്ച് വളരെ ഭംഗിയുള്ള ചെറിയൊരു ഷോപ്പ് തുടങ്ങി. ഉള്ള കാശുകൊണ്ട് നാൻ ചെയ്യാനുള്ള അടുപ്പുകൾ വാങ്ങി. അടുത്ത ദിവസം മുതൽ അവർ നാൻ ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ശിവം ഫുട്പാത്തിൽ ഉറങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. നാൻ, ചൂട് നാൻ. നിങ്ങൾ ഒരു തവണ ഇവിടുന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ചു വന്ന് കഴിക്കും. വരൂ 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 വരൂ, വന്ന് കഴിക്കൂ. വളരെ ടേസ്റ്റ് ഉള്ള നാൻ. ഒരാൾ അതുവഴി വന്നുകൊണ്ടിരുന്നു. ശബ്ദം കേട്ട് അദ്ദേഹം നാൻ സ്റ്റാളിനടുത്തേക്ക് എത്തി. നല്ല വിശപ്പുണ്ട്. ഒരു പ്ലേറ്റ് നാൻ കഴിക്കാം. ചേട്ടാ, ഒരു പ്ലേറ്റ് നാൻ എത്രയാ? 20 രൂപ മാത്രമേ ഉള്ളൂ. ഇതെന്താ ചേട്ടാ, റേറ്റ് വളരെ കുറവാണല്ലോ. ക്വാളിറ്റിയൊക്കെ നല്ല തന്നെയല്ലേ? അതെ സാറേ, ക്വാളിറ്റിയൊക്കെ നല്ല ഒന്നാം തരം ക്വാളിറ്റിയാ. സാറൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. കഴിച്ചു കഴിഞ്ഞാൽ സാറ് പറയും വാവുന്ന്. ശരി, ഒരു പ്ലേറ്റ് എടുത്തോളൂ. രേഖ അയാൾക്ക് ഒരു പ്ലേറ്റ് നാൻ നൽകി. അദ്ദേഹം കഴിച്ചിട്ട് ഒരുപാട് അഭിനന്ദിച്ചു. പതുക്കെ പതുക്കെ അയാളുടെ നാൻ ബിസിനസ് ചൂടുപിടിച്ചു. എന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എത്തി. അങ്ങനെ ബിസിനസ്സും അധികരിച്ചു. രാവിലെ ശിവം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മഹിബാലും രേഖയും നാൻ ചെയ്യാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കണം. പക്ഷേ അതിനു മുൻപേ നമ്മളൊരു സ്ഥലം വാങ്ങിക്കണം. കുറേശ്ശെയായിട്ട് അടച്ചു തീർത്താ മതി. അങ്ങനെ ഒരു ദിവസം നമുക്ക് തീർച്ചയായും സ്വന്തം വീടുണ്ടാക്കാം. ഇപ്പൊ നമുക്ക് ദൈവാനുഗ്രഹത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് ബസന്ത് എന്ന് പേരുള്ള ഒരാൾ വന്നത്. ചേട്ടാ, ഒരു പ്ലേറ്റ് നാൻ എടുത്തോളൂ. മഹിബാൽ അദ്ദേഹത്തിന് നാൻ നൽകി. ബസന്ത് ആ നാൻ കഴിച്ചിട്ട് ഇതിന് ഒരു ടേസ്റ്റും ഇല്ലല്ലോ ചേട്ടാ. ഇത് പറഞ്ഞിട്ട് ബസന്ത് ആ നാനിനെ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി കസ്റ്റമേഴ്സ് ഇത് കണ്ടു. മണിപ്പാൽ നാനിനെ പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഞങ്ങൾ വന്നത് ആദ്യമായിട്ടാണ് താനും. അപ്പോ ഇത് കഴിക്കാൻ കൊള്ളില്ലെന്നാണോ? അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ലേഡി നാൻ വണ്ടി കടയുമായി എത്തി പറഞ്ഞു. ആ ലേഡി ബസന്തിന്റെ ഭാര്യയായിരുന്നു. ആ ലേഡി നാൻ അടുപ്പിന് സമീപത്തായി തന്റെ വണ്ടി നിർത്തി. അവിടെ കസ്റ്റമേഴ്സ് ആൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള നാൻ, ടേസ്റ്റ് ഉള്ള നാൻ, നല്ല നാൻ, നല്ല രുചിയുള്ള വെജിറ്റബിൾസ് ഇട്ട നാൻ. വരൂ, നമുക്ക് ആ സ്ത്രീയുടെ അടുത്ത് പോയി നാൻ കഴിക്കാം. അവിടെ നന്നാവാനാ സാധ്യത. എല്ലാരും ബസന്തിന്റെ വണ്ടിക്കടയിലേക്ക് പോയി. എന്നിട്ട് എല്ലാരും നാൻ കഴിച്ചു. പിന്നെ മറ്റുള്ളവരും അവിടേക്ക് തന്നെ എത്തി. നമ്മുടെ ബിസിനസ് മൊത്തമായിട്ട് നശിച്ചു. ഇപ്പൊ എന്തു ചെയ്യാനാ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ അവനെ വിശ്വസിച്ചാൽ മാത്രം മതി. അതിന്റെ ഫലം തീർച്ചയായും ഒരു ദിവസം കിട്ടും. ബസന്തിന്റെ നാൻ കഴിച്ചതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ അസുഖം പിടിച്ചു. പിന്നെ അവർ അവന്റെ അരികിൽ പോകുന്നത് തന്നെ നിർത്തി. ജനങ്ങൾ വീണ്ടും മഹിബാലിന്റെ കടയിലേക്ക് എത്തി. ഇത് കണ്ട് ബസന്തിന് ഒരുപാട് വിഷമമായി. ഇവനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ബസന്ത് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം മഹിബാൽ തന്റെ ഭാര്യയോടൊപ്പം ഒരു ദിവസത്തേക്ക് പുറത്തേക്ക് പോയി. ആ സമയത്തിന് ബസന്ത് യൂസ് ചെയ്തു. ഇന്ന് നല്ല ചാൻസാ. ആ മഹിബാലിന്റെ ഒരു പണി കൊടുക്കണം. ബസന്ത് ഈ സമയം ഉപയോഗിച്ച് അവർ തിരിച്ചു വരുന്നതിനകത്ത് തന്നെ അവരുടെ കട മുഴുവനും നശിപ്പിച്ചു. ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബസന്ത് ഇത് ചെയ്തപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി. വൈകുന്നേരം മഹിബാൽ തിരിച്ചു വന്നപ്പോൾ അത് കണ്ടു. തന്റെ കട തകർന്നു തരിപ്പണമായി കിടക്കുന്നു. ഇത് കണ്ടവർ ഒരുപാട് തളർന്നു പോയി. എന്താ ഇത്? ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? അച്ഛാ, ഇപ്പൊ നമ്മൾ എന്തു ചെയ്യാനാ? എന്തു പറയാനാ മോനെ, എല്ലാം നമ്മുടെ തലയിലെഴുത്ത് മാത്രമാണ്. കുഴപ്പമില്ല, വിടൂ. നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാം. മുട്ട കളഞ്ഞുപോയെന്ന് വെച്ച് കോഴി മുട്ടയിടുന്നത് തന്നെ നിർത്തുമോ എന്തോ? നമ്മൾ എന്തിനു വിഷമിക്കണം? രേഖ ചേർത്ത് വെച്ചിരുന്ന കാശ് മൊത്തം മഹിബാലിന്റെ കയ്യിൽ നൽകി. ശിവമും കൂടെ പോയി. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി. അവരൊരു ഷോപ്പും വാങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു.
പിന്നെ അടുത്ത ദിവസം രാവിലെ തിരിച്ചും അവരുടെ ജോലി തുടങ്ങി. അവർ നോക്കി, അവരുടെ കടയിൽ മുൻപിലുള്ള ഒരു കട വൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇന്റീരിയർ ജോലി നടക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, അവിടെ പുതിയ കട ആരാണ് തുടങ്ങുന്നത്? തുറക്കട്ടെന്നേ, നമുക്കെന്താ, നമുക്ക് നമ്മുടെ ജോലി മാത്രം നോക്കിയാൽ മതി. 2 ദിവസത്തിനകം എതിരിലുള്ള കട റെഡിയായി. പിന്നെ അതിന്റെ പുറത്ത് ബോർഡും വെച്ചു. അതിലെഴുതിയിരുന്നു ബസന്ത് നാൻ സെന്റർ. താഴെ നാന്റെ വെറൈറ്റി എഴുതിയിരുന്നു. അത് വായിച്ചിട്ട് അവർ ഇഷ്ടമില്ലെങ്കിലും ആ കടയിലേക്ക് പോയി. അകത്തു നോക്കാൻ അത് വളരെ ഭംഗിയുള്ള AC-യുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. ഇനി നീ എന്നോട് മത്സരിക്ക്. ഇനി മഹിപാലിന് ഒരു രക്ഷയുമില്ല. നാട്ടിലേക്ക് ഇനി അവൻ തിരിച്ചു പോകേണ്ടി വരും. എല്ലാ കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിലേക്ക് പോയി. എന്നിട്ട് ഒരുപാട് കാശ് വേസ്റ്റ് ചെയ്തു. പക്ഷെ മഹിപാലിന്റെ വണ്ടിക്കടയിൽ കസ്റ്റമേഴ്സ് അവിടേക്ക് വരുന്നത് നിർത്തി. നമുക്ക് കച്ചവടം ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ ഷോപ്പ് വേറെ എവിടെയെങ്കിലും തുടങ്ങാം. ഓക്കെ, ശരി, നമുക്ക് വേറെ സ്ഥലം നോക്കാം. 3 പേരും സ്ഥലം തേടിപ്പോയി. പക്ഷെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ബസന്ത് കേട്ടു. ഇന്നിവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ബസന്ത് 2 പേർക്ക് കാശു നൽകി. ബസന്തിന്റെ കട അവിടെ നിന്നും എടുത്തു മാറ്റി. മഹിപാലും അദ്ദേഹത്തിന്റെ ഫാമിലിയും വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എല്ലാം തന്നെ കളവ് പോയിരിക്കുന്നു. അദ്ദേഹം ഫാമിലിയോടെ നടു റോട്ടിലിരുന്ന് കരഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്വാമിജി വന്നത്. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ? എന്തു പറ്റി? രേഖ സാധുവിനോട് നടന്നതൊക്കെ പറഞ്ഞു. സ്വാമിജി തന്റെ സഞ്ചിയിൽ നിന്നും ഭസ്മം എടുത്ത് രേഖയുടെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകൂ. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ. 3 പേരും സ്വാമിജി പറഞ്ഞത് കേട്ട് അവിടേക്ക് ചെന്ന് നോക്കി. അവർ അതിശയിച്ചു പോയി. അവിടെ ഒരു ഭംഗിയുള്ള നാൻ റൊട്ടി വീടുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും തിരിച്ചു റോട്ടിലേക്ക് ഓടി വന്നു. അവിടെ ഒരു വലിയ നാൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും ആ ഭംഗിയുള്ള റെസ്റ്റോറന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. കുറച്ചു മാസങ്ങൾക്കകം മണിപാലും അദ്ദേഹത്തിന്റെ ഫാമിലിയും വലിയ ധനികരായി മാറി. പക്ഷെ ബസന്തിന്റെ നില മോശമായി. അവിടെ നിന്നും കട പൂട്ടി പോകേണ്ടി വന്നു. ഒരു ഗ്രാമത്തിൽ മഹിപാലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് ശിവൻ എന്നു പേരുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ ഗ്രാമത്തിൽ നിന്നും വരുമാനത്തിനായി അവർ ഗ്രാമത്തിലേക്ക് പോയി. അവരുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. മഹിപാൽ തന്റെ ഭാര്യ രേഖ പിന്നെ തന്റെ മകനെയും കൊണ്ട് അറിയാത്ത ഒരു നഗരത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. അച്ഛാ, നമ്മൾ എവിടെയായിരിക്കാൻ പോകുന്നേ? നമുക്കിവിടെ വീടൊന്നുമില്ല മോനെ. പക്ഷെ നമ്മൾ ശ്രമിച്ചാ വീടുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അച്ഛാ, നമ്മൾ എന്താ ഗ്രാമത്തിൽ ശ്രമിക്കാത്തെ? അവിടെയല്ലേ നമ്മുടെ വീടുള്ളത്. ഗ്രാമത്തിലെ ദിവസക്കൂലിയൊന്നും കിട്ടില്ല മോനെ. അവിടെ കൃഷി മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ കയ്യിലാണ് കൃഷി ഭൂമിയുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫുട്പാത്തില് എവിടെയെങ്കിലും ഇരിക്കാം മോനെ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മൾ ഇവിടെ ഒരു ചെറിയ കടയിട്ട് നാൻ ചെയ്ത് വിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അവർ 2 പേർക്കും ആ ഐഡിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ അവർ മരവും കല്ലുമൊക്കെ കണ്ടുപിടിച്ച് വളരെ ഭംഗിയുള്ള ചെറിയൊരു ഷോപ്പ് തുടങ്ങി. ഉള്ള കാശുകൊണ്ട് നാൻ ചെയ്യാനുള്ള അടുപ്പുകൾ വാങ്ങി. അടുത്ത ദിവസം മുതൽ അവർ നാൻ ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ശിവം ഫുട്പാത്തിൽ ഉറങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഞാൻ ചൂടുനാൻ നിങ്ങൾ ഒരു തവണ ഇവിടുന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ചു വന്ന് കഴിക്കും. വരൂ 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 വന്ന് കഴിക്കൂ. വളരെ ടേസ്റ്റ് ഉള്ള നാൻ. ഒരാൾ അതുവഴി വന്നുകൊണ്ടിരുന്നു. ശബ്ദം കേട്ട് അദ്ദേഹം നാൻ സ്റ്റാളിനടുത്തേക്ക് എത്തി. നല്ല വിശപ്പുണ്ട്. ഒരു പ്ലേറ്റ് നാൻ കഴിക്കാം. ചേട്ടാ, ഒരു പ്ലേറ്റ് നാൻ എത്രയാ? 20 രൂപ മാത്രമേ ഉള്ളൂ. ഇതെന്താ ചേട്ടാ, റേറ്റ് വളരെ കുറവാണല്ലോ. ക്വാളിറ്റിയൊക്കെ നല്ല തന്നെയല്ലേ? അതെ സാറേ, ക്വാളിറ്റിയൊക്കെ നല്ല ഒന്നാം തരം ക്വാളിറ്റിയാ. സാറൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. കഴിച്ചു കഴിഞ്ഞ സാറ് പറയും വാവുന്ന്. ശരി, ഒരു പ്ലേറ്റ് എടുത്തോളൂ. രേഖ അയാൾക്ക് ഒരു പ്ലേറ്റ് നാൻ നൽകി. അദ്ദേഹം കഴിച്ചിട്ട് ഒരുപാട് അഭിനന്ദിച്ചു. പതുക്കെ പതുക്കെ അയാളുടെ നാൻ ബിസിനസ് ചൂടുപിടിച്ചു. എന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എത്തി. അങ്ങനെ ബിസിനസ്സും അധികരിച്ചു. രാവിലെ ശിവം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മഹിപാലും രേഖയും നാൻ ചെയ്യാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കണം. പക്ഷേ അതിനു മുൻപേ നമ്മളൊരു സ്ഥലം വാങ്ങിക്കണം. കുറേശ്ശെയായിട്ട് അടച്ചു തീർത്താ മതി. അങ്ങനെ ഒരു ദിവസം നമുക്ക് തീർച്ചയായും സ്വന്തം വീടുണ്ടാക്കാം. ഇപ്പൊ നമുക്ക് ദൈവാനുഗ്രഹത്താൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് ബസന്ത് എന്ന് പേരുള്ള ഒരാൾ വന്നത്. ചേട്ടാ, ഒരു പ്ലേറ്റ് നാൻ എടുത്തോളൂ. മഹിപാൽ അദ്ദേഹത്തിന് നാൻ നൽകി. ബസന്ത് ആ നാൻ കഴിച്ചിട്ട് ഇതിന് ഒരു ടേസ്റ്റും ഇല്ലല്ലോ ചേട്ടാ. ഇത് പറഞ്ഞിട്ട് ബസന്ത് ആ നാണിനെ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി കസ്റ്റമേഴ്സ് ഇത് കണ്ടു.
മണിപ്പാൽ നാനെ പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഞങ്ങൾ വന്നത് ആദ്യമായിട്ടാണ് താനും. അപ്പോ ഇത് കഴിക്കാൻ കൊള്ളില്ലെന്നാണോ? അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ലേഡി നാൺ വണ്ടി കടയുമായി എത്തി പറഞ്ഞു. ആ ലേഡി ബസന്തിന്റെ ഭാര്യയായിരുന്നു. ആ ലേഡി നാൻ അടുപ്പിന് സമീപത്തായി തന്റെ വണ്ടി നിർത്തി. അവിടെ കസ്റ്റമേഴ്സ് ആൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള നാൺ, ടേസ്റ്റ് ഉള്ള നാൺ, നല്ല നാൺ, നല്ല രുചിയുള്ള വെജിറ്റബിൾസ് ഇട്ട നാൺ. വരൂ, നമുക്ക് ആ സ്ത്രീയുടെ അടുത്ത് പോയി ഞാൻ കഴിക്കാം. അവിടെ നന്നാവാനാ സാധ്യത. എല്ലാരും ബസന്തിന്റെ വണ്ടിക്കടയിലേക്ക് പോയി. എന്നിട്ട് എല്ലാരും നാൻ കഴിച്ചു. പിന്നെ മറ്റുള്ളവരും അവിടേക്ക് തന്നെ എത്തി. നമ്മുടെ ബിസിനസ് മൊത്തമായിട്ട് നശിച്ചു. ഇപ്പൊ എന്തു ചെയ്യാനാ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ അവനെ വിശ്വസിച്ചാൽ മാത്രം മതി. അതിന്റെ ഫലം തീർച്ചയായും ഒരു ദിവസം കിട്ടും. ബസന്തിന്റെ നാൻ കഴിച്ചതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ അസുഖം പിടിച്ചു. പിന്നെ അവർ അവന്റെ അരികിൽ പോകുന്നത് തന്നെ നിർത്തി. ജനങ്ങൾ വീണ്ടും മഹിപാലിന്റെ കടയിലേക്ക് എത്തി. ഇത് കണ്ട് ബസന്തിന് ഒരുപാട് വിഷമമായി. ഇവനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ബസന്ത് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം മഹിപാൽ തന്റെ ഭാര്യയോടൊപ്പം ഒരു ദിവസത്തേക്ക് പുറത്തേക്ക് പോയി. ആ സമയത്തിന് ബസന്ത് യൂസ് ചെയ്തു. ഇന്ന് നല്ല ചാൻസാ. ആ മഹിപാലിന്റെ ഒരു പണി കൊടുക്കണം. ബസന്ത് ഈ സമയം ഉപയോഗിച്ച് അവർ തിരിച്ചു വരുന്നതിനകത്ത് തന്നെ അവരുടെ കട മുഴുവനും നശിപ്പിച്ചു. ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബസന്ത് ഇത് ചെയ്തപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി. വൈകുന്നേരം മഹിപാൽ തിരിച്ചു വന്നപ്പോൾ അത് കണ്ടു. തന്റെ കട തകർന്നു തരിപ്പണമായി കിടക്കുന്നു. ഇത് കണ്ടവർ ഒരുപാട് തളർന്നുപോയി. എന്താ ഇത്? ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? അച്ഛാ, ഇപ്പൊ നമ്മൾ എന്തു ചെയ്യാനാ? എന്തു പറയാനാ മോനെ, എല്ലാം നമ്മുടെ തലയിലെഴുത്ത് മാത്രമാണ്. കുഴപ്പമില്ല, വിടൂ. നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാം. മുട്ട കളഞ്ഞുപോയെന്ന് വെച്ച് കോഴി മുട്ടയിടുന്നത് തന്നെ നിർത്തുമോ എന്തോ? നമ്മൾ എന്തിനു വിഷമിക്കണം? രേഖ ചേർത്ത് വെച്ചിരുന്ന കാശ് മൊത്തം മഹിപാലിന്റെ കയ്യിൽ നൽകി. ശിവമും കൂടെ പോയി. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി. അവരൊരു ഷോപ്പും വാങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ തിരിച്ചും അവരുടെ ജോലി തുടങ്ങി. അവർ നോക്കി, അവരുടെ കടയിൽ മുൻപിലുള്ള ഒരു കട വൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇന്റീരിയർ ജോലി നടക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, അവിടെ പുതിയ കട ആരാണ് തുടങ്ങുന്നത്? തുറക്കട്ടെന്നേ, നമുക്കെന്താ? നമുക്ക് നമ്മുടെ ജോലി മാത്രം നോക്കിയാ മതി. 2 ദിവസത്തിനകം എതിരിലുള്ള കട റെഡിയായി. പിന്നെ അതിന്റെ പുറത്ത് ബോർഡും വെച്ചു. അതിലെഴുതിയിരുന്നു ബസന്ത് നാൺ സെന്റർ. താഴെ നാന്റെ വെറൈറ്റി എഴുതിയിരുന്നു. അത് വായിച്ചിട്ട് അവർ ഇഷ്ടമില്ലെങ്കിലും ആ കടയിലേക്ക് പോയി. അകത്തു നോക്കാൻ അത് വളരെ ഭംഗിയുള്ള AC ഉള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. ഇനി നീ എന്നോട് മത്സരിക്ക്. ഇനി മഹിപാലിന് ഒരു രക്ഷയുമില്ല. നാട്ടിലേക്ക് ഇനി അവൻ തിരിച്ചു പോകേണ്ടി വരും. എല്ലാ കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിലേക്ക് പോയി. എന്നിട്ട് ഒരുപാട് കാശ് വേസ്റ്റ് ചെയ്തു. പക്ഷെ മഹിപാലിന്റെ വണ്ടിക്കടയിൽ കസ്റ്റമേഴ്സ് അവിടേക്ക് വരുന്നത് നിർത്തി. നമുക്ക് കച്ചവടം ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ ഷോപ്പ് വേറെ എവിടെയെങ്കിലും തുടങ്ങാം. ഓക്കെ, ശരി, നമുക്ക് വേറെ സ്ഥലം നോക്കാം. 3 പേരും സ്ഥലം തേടിപ്പോയി. പക്ഷെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ബസന്ത് കേട്ടു. ഇന്നിവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ബസന്ത് 2 പേർക്ക് കാശു നൽകി. ബസന്തിന്റെ കട അവിടെ നിന്നും എടുത്തു മാറ്റി. മഹിപാലും അദ്ദേഹത്തിന്റെ ഫാമിലിയും വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എല്ലാം തന്നെ കളവ് പോയിരിക്കുന്നു. അദ്ദേഹം ഫാമിലിയോടെ നടു റോട്ടിലിരുന്ന് കരഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്വാമിജി വന്നത്. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ? എന്തു പറ്റി? രേഖ സാധുവിനോട് നടന്നതൊക്കെ പറഞ്ഞു. സ്വാമിജി തന്റെ സഞ്ചിയിൽ നിന്നും ഭസ്മം എടുത്ത് രേഖയുടെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകൂ. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ. 3 പേരും സ്വാമിജി പറഞ്ഞത് കേട്ട് അവിടേക്ക് ചെന്ന് നോക്കി. അവർ അതിശയിച്ചു പോയി. അവിടെ ഒരു ഭംഗിയുള്ള നാൻ റൊട്ടി വീടുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും തിരിച്ചു റോട്ടിലേക്ക് ഓടി വന്നു. അവിടെ ഒരു വലിയ നാൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാരും ആ ഭംഗിയുള്ള റെസ്റ്റോറന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. കുറച്ചു മാസങ്ങൾക്കകം മണിപാലും അദ്ദേഹത്തിന്റെ ഫാമിലിയും വലിയ ധനികരായി മാറി. പക്ഷെ ബസന്തിന്റെ നില മോശമായി. അവിടെ നിന്നും കട പൂട്ടി പോകേണ്ടി വന്നു.